ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് ലഭിക്കുന്നതായ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യവത്തായ ദിവസങ്ങളാണ്, മൂല്യവത്തായ സമയങ്ങളാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള വാള്, ആത്മാവിനെയും പ്രാണനെയും അങ്ങ് ഭേദിച്ച് കടന്നു ചെല്ലുന്ന, ഹൃദയത്തിൽ എന്തെല്ലാമാണ് ആയിരിക്കുന്നതെന്ന് അറിയുന്ന ആ ജീവനുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാനിടയാകുക. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആത്മാർത്ഥമായി ഹൃദയം തകർന്നുകൊണ്ട്, കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ, ഹൃദയത്തിനൊരിറ്റ് ആശ്വാസം തരണമേ, നീറുന്ന ഹൃദയത്തിൻ്റെ വേദനകളും ദുഃഖവും സങ്കടങ്ങളും മാറ്റി ഒരിറ്റ് ആശ്വാസം തരണമേ എന്ന് ആത്മാർത്ഥമായി ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെ അരികിലേക്ക് യേശുക്രിസ്തു കടന്നു വന്നിരിക്കും, അവർക്ക് ആശ്വാസം തന്നിരിക്കും. അത് നമ്മുടെ അനുഭവമാണ്. നാം പറയുന്നത് നമ്മുടെ ജീവിത അനുഭവത്തിൽ നിന്നാണ്. ഏതെങ്കിലും കാര്യങ്ങൾ കേട്ട് പഠിച്ചതുകൊണ്ടല്ല, ഏതെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി വായിച്ച് പഠിച്ചതിൽ നിന്നല്ല. വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവങ്ങൾ ലഭിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥനയോടെ ഇരിപ്പീൻ. കർത്താവേ, എനിക്കിന്ന് നന്മയ്ക്കായ ഒരു അടയാളം തരണമേ, ഇന്ന് എനിക്കൊരു അനുഭവം തരണമേ. കർത്താവേ, ഇന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ, മനുഷ്യനെ മാറ്റി നിർത്തണമേ, മനുഷ്യൻ്റെ ഒരാലോചനയും ഞങ്ങൾക്ക് കേൾക്കാനിട വരല്ലേ കർത്താവേ. സ്വർഗീയമായ ആലോചനകൾ ഞങ്ങൾക്ക് തരണമേ, സ്വർഗീയമായ ചിന്തകൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി ഞങ്ങളുടെ ഹൃദയത്തിലുള്ള ചിന്തനങ്ങളെയും ഭാവങ്ങളെയും എല്ലാം പുറത്തു കാണിച്ച് അതിന് വേണ്ടതായ വചനം ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അയച്ചു തരണമേ. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. പ്രാകൃത മനുഷ്യൻ ആരാണ്? പ്രാകൃത മനുഷ്യൻ നമുക്ക് വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്. മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ, ലോകമനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ വിവിധതരം മനുഷ്യരുണ്ട്. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ സൃഷ്ടിച്ചാക്കി. അവൻ അതേ എന്ന് പറയാനും അല്ല എന്ന് പറയാനും സ്വാതന്ത്ര്യമുണ്ട്. നല്ല തിരഞ്ഞെടുക്കാനും ചീത്ത തിരഞ്ഞെടുക്കാനും അവന് ദൈവം സ്വാതന്ത്ര്യം നൽകി. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കി. ഭൂമിയിലെ മനുഷ്യർ, ആത്മീയരുടെ കാര്യമല്ല പറയുന്നത്, പലവിധ മനുഷ്യരുണ്ട്. നല്ല കാണാൻ ചന്തമുള്ള മനുഷ്യരുണ്ട്, വിരൂപരായ മനുഷ്യരുണ്ട്, അംഗവൈകല്യമുള്ള മനുഷ്യരുണ്ട്, എല്ലാ അംഗങ്ങൾക്കും ലാവണ്യമുള്ള മനുഷ്യരുണ്ട്, നല്ല സുന്ദരന്മാരുണ്ട്, നല്ല സുന്ദരിമാരുണ്ട്, അല്പം പോലും സൗന്ദര്യമില്ലാത്തവരുണ്ട്, കറുത്തവരുണ്ട്, വെളുത്തവരുണ്ട്, വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളുണ്ട്. 800 കോടിയോളം മനുഷ്യൻ ഈ ഭൂമിയിലുണ്ട്. വിവിധ സംസ്കാരങ്ങളുള്ളവർ, വിവിധ ചിന്താഗതികളുള്ളവർ, വിവിധ കാഴ്ചപ്പാടുകളുള്ളവർ, ഏതെല്ലാം രീതിയിലുള്ള മനുഷ്യർ. എന്നാൽ ഒരു ചിന്തകൻ പറയുകയാണ്, മനുഷ്യരെല്ലാം ഒരുപോലെയാണ്. സൗന്ദര്യമുള്ളവരും സൗന്ദര്യമില്ലാത്തവരും, അല്ല ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും, വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും, പല രീതിയിലുള്ള ആളുകളുണ്ട്. എന്നാൽ അതിൻ്റെ പില്ലോയുടെ കവറ്, ആ കവറ് ചുമന്ന കളറിലുണ്ട്, നീല കളറിലുണ്ട്, മഞ്ഞ കളറുണ്ട്, പച്ച കളറിലുള്ളതുണ്ട്, കറുത്ത കളറുണ്ട്, വെള്ള കളറുണ്ട്. വിവിധ കളറിലുള്ള പില്ലോ കുഷ്യനും പില്ലോയും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തെല്ലാം പഞ്ഞി തന്നെയാണെന്ന് പറയുന്നത് പോലെ മനുഷ്യനെല്ലാവർക്കും ദൈവം തന്നിരിക്കുന്നൊരു പ്രത്യേകതയുണ്ട്. ദൈവം മനുഷ്യന് ആത്മാവിനെ കൊടുത്തു. എല്ലാ ജീവജാലങ്ങളെപ്പോലെ വ്യത്യസ്തമായി മനുഷ്യന് ദൈവം ആത്മാവിനെ കൊടുത്തു. അതുകൊണ്ടാണ് അവർ തിരിച്ചറിയാനുള്ള വിവേകം, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മൾ കണ്ടിട്ടുണ്ട്, ആടിനെ അഴിച്ചു വിട്ടു കഴിഞ്ഞാൽ
അത് റബ്ബറിൻ്റെ മരം നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഇല കടിച്ചു പറിക്കും. മാവാണെങ്കിലും അതിൻ്റെ ഇല കടിച്ചു പറിക്കും. അല്ല, ഇനി റോസയുടെ ചെടിയാണ് നല്ല ഭംഗിയായിട്ട് നമ്മൾ കാത്തു സൂക്ഷിച്ച് സംരക്ഷിച്ചുകൊണ്ട് വരുന്നതാണെങ്കിലും അതാ വേലിക്കകത്ത് കടന്നേച്ച് അതിൻ്റെ ഇല കടിച്ചു പറിക്കും. അതിന് വിവേകമില്ല. എന്നാൽ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ മറ്റ് ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തനായി മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഒന്നാണ് ആത്മാവ്, അഥവാ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. പ്രിയപ്പെട്ടവരെ, എന്താണ് പറഞ്ഞു വരുന്നത്? വിവിധങ്ങളായ സ്വഭാവ സവിശേഷതകളുള്ള മനുഷ്യരുണ്ട്. നാം ഏത് ഗണത്തിൽപ്പെട്ട മനുഷ്യരാണെങ്കിലും ആത്മീയമായി ചിന്തിക്കുമ്പോൾ 3 തരം മനുഷ്യരുണ്ടെന്നാണ് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. 1 പ്രാകൃത മനുഷ്യർ, 2 ജഡീക മനുഷ്യർ, 3 ആത്മീക മനുഷ്യർ. മറക്കരുത്, 1 പ്രാകൃത മനുഷ്യർ. പ്രാകൃതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ചെയ്യുന്നവർ, ആരെയും പേടിയില്ലാത്തവർ, അവർക്ക് ദുഃഖമില്ല, അവർ കരയുകയില്ല. എത്ര കഠിനമായ ഹൃദയത്തിന് ഉടമകളായിരിക്കും അവർ. അവർ വീണ്ടും ജനനം പ്രാപിച്ചവരല്ല. അവർക്ക് വീണ്ടും ജനനം കിട്ടിയിട്ടില്ല. വീണ്ടും ജനനം എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ദൈവം ഉണ്ടെന്ന് പോലും അവർക്ക് ചിന്തയില്ല. പ്രാകൃത മനുഷ്യർ. ഞാൻ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി എഴുതിയ പുസ്തകത്തിൽ വായിച്ചു, മനുഷ്യരെ 4ആയിട്ട് തിരിക്കാമെന്ന്. 1 കല്ലു മനുഷ്യർ, കല്ല് ഹൃദയമുള്ള, കല്ല് പോലത്തെ ഹൃദയമുള്ളവർ. പിന്നെയുണ്ട് മരമനുഷ്യരുണ്ട്. മരമനുഷ്യരെന്ന് പറഞ്ഞാൽ മരം അവിടെ നിന്ന് വളരും, താഴേക്ക് വളരും, മുകളിലേക്കും വളരും. പരിസരത്തിൽ നിന്നെല്ലാം വലിച്ചെടുത്ത് സ്വന്തം കാര്യം മാത്രം നോക്കി വളരും, മറ്റൊന്നിലേക്ക് നോക്കുകയില്ല. മരമനുഷ്യർ. മറക്കരുത് നിങ്ങൾ, 4 വിധം മനുഷ്യർ. 1 കല്ല് മനുഷ്യർ, 2 മരമനുഷ്യർ, 3 മൃഗമനുഷ്യർ. ഇണ ചേരാനും അതുപോലെ ഇര തേടാനും മാത്രം വെമ്പൽ കൊള്ളുന്ന ഒരു ജീവിയാണ് മൃഗം. അങ്ങനെ മൃഗത്തെ പോലുള്ള മനുഷ്യരുണ്ടെന്ന്. ലജ്ജയായതിൽ മാനം തോകുന്ന മനുഷ്യർ. ഏത് അഴുക്കിലും, ഏത് വൃത്തികേടിലും, ഏത് വേണ്ടാതിനത്തിനും, ഏത് ക്രൂരതയ്ക്കും ഒന്നും പോകാൻ അവർക്കൊരു മടിയേയില്ല. എന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ, മറ്റൊരു വർഗത്തിൽപ്പെട്ട മനുഷ്യരാണ് പ്രകാശ മനുഷ്യർ. പ്രകാശമുള്ളവർ. അവരുടെ ഉള്ളിൽ വെളിച്ചമുണ്ട്. അവർ വെളിച്ചത്തിലാണ് വസിക്കുന്നത്. അഥവാ വെളിച്ചമാകുന്ന ജീവനുള്ള ക്രിസ്തു അവരുടെ ഉള്ളിലുണ്ട്. വെളിച്ചമുള്ള മനുഷ്യർ, വെളിച്ചത്തിൻ്റെ വക്താക്കൾ, വെളിച്ചത്തിലേക്ക് നയിക്കുന്നവർ, സാക്ഷാൽ സത്യ വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നവർ, ദൈവഭയമുള്ളവർ, പ്രകാശ മനുഷ്യർ. പ്രിയപ്പെട്ടവരെ, നാം ഇതിൽ ഏത് ഗണത്തിൽപ്പെടും? 1 കല്ല് മനുഷ്യർ. കല്ലുപോലെ ഹൃദയം ഇരിക്കുന്നവരുണ്ട്. വചനം കേട്ടാൽ അവരുടെ ഉള്ളു തകരുകയില്ല, അവർ കരയുകയില്ല. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, തകർന്നും നുറുങ്ങിയതുമായ ഹൃദയത്തെ യഹോവേ നീ നിരസിക്കുന്നില്ലല്ലോ. തകർന്ന ഹൃദയം, നുറുങ്ങിയ മനസ്സ്. തകർന്ന ഹൃദയം കിട്ടുന്നതൊരു ഭാഗ്യമാണ്. ദൈവം പ്രസാദിക്കുന്ന ഹൃദയം. നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതാണ്? ഒരു തകർന്ന ഹൃദയമുണ്ടോ? അങ്ങനെ തകർന്ന ഹൃദയമല്ലാതെ ആരെങ്കിലും ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, തകർന്ന ഹൃദയം തരണമേ നിങ്ങൾ കണ്ണുനീരോടെ യാചിക്കൂ. എന്തുകൊണ്ടാണ് പലരെയും ഹൃദയം തകരാതിരിക്കുന്നത്? പ്രകടമായ പാപം ചെയ്യാൻ പരിപാടിയുള്ളവരുടെ ഹൃദയം തകരുകയില്ല, അവർക്ക് അനുതാപം കിട്ടുകയില്ല. ആരുടെയെങ്കിലും ഹൃദയം തകരാതിരിക്കുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, അവർക്ക് പ്രകടമായ ജീവിതത്തിൽ പാപമുണ്ടെന്ന്. പ്രകടമായ പാപം. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കൊരു തകർന്ന ഹൃദയവുമായിട്ട് വേണം ഇന്ന് എഴുന്നേൽക്കുവാൻ. ആരെല്ലാം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, യാചിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു കേൾക്കാം. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാമത്തെ വാക്യം.
പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അതവന് ഭോഷത്വമാകുന്നു. അതവന് ഭോഷത്വമാകുന്നു. ആത്മീകമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതുമല്ല. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ദൈവാത്മാവ് ഉണ്ടെന്നറിഞ്ഞിട്ട് വേണ്ടേ അവൻ ഉപദേശം കൈക്കൊള്ളുവാൻ. അവൻ ദൈവം ഇല്ലെന്ന് ചിന്തിക്കുന്നവനാണ്, മൂഢനാണ്. ബുദ്ധിയുള്ളവൻ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. എന്നാൽ മൂഢനായ മനുഷ്യനോ അവൻ ദൈവമില്ല എന്ന് പറയും. അക്കൂട്ടരിൽപ്പെട്ടവരാണ് ഈ പറയുന്നത് പ്രാകൃത മനുഷ്യൻ. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. എന്താണ് ദൈവാത്മാവിൻ്റെ ഉപദേശം? ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം സത്യമാണെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഈ വചനത്തിനനുസരിച്ച് ജീവിക്കണമെന്നവർക്ക് താല്പര്യമില്ല. പുറമേ അവർ പലതും പലതും ചെയ്യുന്നവരായിരിക്കും. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ചെന്നായ്ക്കളുടെ വേഷം ഇട്ടുകൊണ്ട് നടക്കുന്നവർ, ഉള്ളിൽ ചെന്നായാണ് ആട്ടിൻ്റെ വേഷം ഇട്ടുകൊണ്ട് നടക്കുന്നവർ, ആട്ടും തോലണിഞ്ഞ് നടക്കുന്നവർ. ഹൃദയത്തിൽ അവർക്ക് ദൈവവചനം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വചനം എന്താണെന്ന് തിരിച്ചറിയുന്നില്ല. നാം പ്രാകൃത മനുഷ്യരാണോ? അതെയോ നാം ആത്മീയരാണോ? പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടെ ഇരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ മാത്രമേ വചനം ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറേ അറിവ് പകർന്നു തരാമെന്നേ ഉള്ളൂ. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. പ്രാകൃത മനുഷ്യർ നാം ഏത് വിഭാഗത്തിൽപ്പെടും? പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അവനത് ഭോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകിയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല. ആത്മീയമായി വിവേചിക്കണം. എന്താണ്? ഒരു വചന ശുശ്രൂഷ നടക്കുന്നു, കേൾക്കുമ്പോൾ നമുക്കത് വിവേചിക്കാനുള്ള ദൈവകൃപ ലഭിക്കണം. ഒരു ആത്മീയനാണെങ്കിൽ അത് നിശ്ചയമായും കിട്ടും. ഏതാണ് ദൈവാത്മാവ്? ഏതാണ് പരിശുദ്ധാത്മാവ്? ഏതാണ് ദുരാത്മാവ്? ജഡത്തിലാണോ സംസാരിക്കുന്നത്, അതെയോ ആത്മാവിലാണോ സംസാരിക്കുന്നത്? അതിനുള്ള വിവേചനം കിട്ടും. വിവേചന വരത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എന്നാൽ വിവേചിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദമാണോ എന്ന് വിവേചിക്കാൻ കഴിയും. അവൻ നമ്മോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നില്ലയോ? ഹൃദയം കത്തുന്ന അവസ്ഥ. ഹൃദയം കത്തുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് അല്ല സംസാരിക്കുന്നതെന്നാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യരാര് സംസാരിച്ചാലും ഹൃദയം കത്തില്ല, കത്ത് പിടിക്കുകയുമില്ല. ആർക്കും കത്ത് പിടിപ്പിക്കാൻ കഴിയുകയുമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ നിൽക്കുന്ന വ്യക്തിയുടെ നാവിലൂടെ സംസാരിക്കണം. അപ്പോഴാണ് ജനങ്ങൾക്ക് ഹൃദയത്തകർച്ച ഉണ്ടാകുന്നത്, അപ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്, അപ്പോഴാണ് വിശ്വാസം വരുന്നത്, അപ്പോഴാണ് രോഗങ്ങൾ മാറുന്നത്, അപ്പോഴാണ് ക്ഷീണം മാറുന്നത്, അപ്പോഴാണ് പുതിയ ഉത്സാഹം ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ രോഗം മാറും, ജീവനുള്ള ദൈവം പ്രവർത്തിക്കും. ആർക്കും തടയാൻ കഴിയുകയില്ല. കോലാഹലമൊക്കെ ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ നാം ജീവനുള്ള ക്രിസ്തുവിനെ മാത്രം നോക്കിയാണ് പോകുന്നതെങ്കിൽ ഒരു മനുഷ്യൻ്റെയും പിന്നാലെ അല്ല പോകുന്നത്. ജീവനുള്ള ക്രിസ്തുവാണ് ഞങ്ങളെ വിളിച്ചത്. വിളിച്ച ജീവനുള്ള ദൈവം ഞങ്ങളെ അങ്ങ് അക്കരെ എത്തിക്കും എന്നുള്ള ഉറപ്പോടുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട്, ആലോചനകൾക്ക് താണ് നിന്ന് കൊടുത്തുകൊണ്ട് നാം പ്രാർത്ഥനയോടെ ഇരിക്കുമെങ്കിൽ ജീവനുള്ള ക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കും. എന്നാൽ ജീവനുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് വന്ന് ദൈവമക്കളെ നടത്താൻ തുടങ്ങുമ്പോൾ ആരിലും ആശ്രയം വേണ്ട ആവശ്യമില്ല. മനുഷ്യരൊക്കെ വെറും മനുഷ്യരാണ്, അവരെ മാറ്റി നിർത്തുന്നു. ജീവനുള്ള ക്രിസ്തു പ്രവർത്തിക്കുന്നു. ആര് വിചാരിച്ചാലും തടയുകയില്ല. കാരണം ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. ഞാൻ എന്നും പറയുമ്പോൾ ഇന്നും പറയട്ടെ, സർവശക്തനായ ദൈവം. ഞാനതെല്ലാം പറയുമ്പോൾ എൻ്റെ ഉള്ളം ആനന്ദം കൊണ്ട് തുള്ളിക്കൊണ്ടാണ് പറയുന്നത്. സർവശക്തനായ ദൈവത്തിൻ്റെ അത്യത്ഭുത ശക്തി കണ്ടുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ യശയ്യാപ്രവാചകൻ എങ്ങനെ വിളിച്ച് കരഞ്ഞു? എന്താണ്? അയ്യോ എന്ന് വിളിച്ച് കരഞ്ഞു. അയ്യോ, ഞാൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള മനുഷ്യൻ, ഞാൻ അശുദ്ധിയുള്ള ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു എന്ന്. കാരണം ജീവനുള്ള ദൈവത്തിൻ്റെ തേജസ്സിനെ കണ്ടെത്തിയാൽ കാരുണ്യവാനായ
മഹാപരിശുദ്ധനായ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ആയിരങ്ങളിൽ സുന്ദരനായ പതിനായിരങ്ങളിൽ സുന്ദരനായ ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ടാക്കിയ ഈ ദൈവത്തെക്കുറിച്ച് വർണ്ണിപ്പാൻ നമുക്ക് വാക്കുകളില്ല. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു, യഹോവ എൻ്റെ വെളിച്ചമാകുന്നു, എൻ്റെ രക്ഷയാകുന്നു, എൻ്റെ ഗോപുരമാകുന്നു, എൻ്റെ കോട്ടയാകുന്നു, എൻ്റെ പാറയാകുന്നു, എൻ്റെ ആശ്രയ കേന്ദ്രമാകുന്നു. എൻ്റെ ദൈവം എനിക്ക് എല്ലാം ആകുന്നു എന്ന്. സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം. നിങ്ങൾ വിശ്വസിക്കൂ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഏത് നീറുന്ന പ്രശ്നത്തിനും പരിഹാരം തരുവാൻ ജീവനുള്ള ക്രിസ്തു നിങ്ങളുടെ അരികിൽ വന്ന് നിൽക്കുന്നുണ്ട്. ദൈവത്തിന് അസാധ്യമായി ഒരു കാര്യമില്ല. അത് അന്ന് ഒരിക്കൽ യോശുവ അങ്ങ് വലഞ്ഞ് യുദ്ധം നടക്കുകയാണ്. എന്തു വേണ്ടെന്ന് അറിഞ്ഞുകൂടാ. യുദ്ധത്തിനിറങ്ങി പുറപ്പെടണം. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ അത്ഭുതം നടക്കണമെങ്കിൽ സൂര്യൻ അവിടെ നിൽക്കണം, ചന്ദ്രൻ നിശ്ചലമാകണം. നിങ്ങളിതെല്ലാം വിശ്വസിക്കണം. ഞാനിതെല്ലാം പൂർണ്ണമായും വിശ്വസിക്കുന്ന പാപിയായ സാധുവായൊരു മനുഷ്യനാണ്. സത്യമാണ് ഞാൻ പറയുന്നത്. സൂര്യൻ നിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിന്നതായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ കാണും. യോശുവ പറഞ്ഞു, സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരകളിലും നിൽക്ക. സൂര്യൻ അവിടെ നിന്നു. ഭൂമിയെയും ഭൂമണ്ഡലത്തെ ഉണ്ടാക്കിയ ദൈവം 13 ലക്ഷം ഭൂമി സൂര്യനിൽ ഉൾക്കൊള്ളുമെന്ന്. അത്രമാത്രം വലുതാണ് ഒരു നക്ഷത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. യുദ്ധം നിർത്താനും യുദ്ധം തുടങ്ങാനും ജീവനുള്ള ദൈവത്തിന് കഴിയില്ലെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? സാധുവായ നമ്മെപ്പോലെ സമസ്വഭാവം ഉണ്ടായിരുന്ന എന്നാൽ വിശ്വാസവീരനായിരുന്ന യോശുവ പറഞ്ഞു, സൂര്യ നീ അവിടെ നിൽക്ക്. ഞാൻ ദൈവമേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒന്ന് നിൽക്കാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചില്ല. ഉറപ്പുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുണ്ടായിരുന്നു. സൂര്യ നീ ഗിബയോനിലും ചന്ദ്ര നീ അയ്യാലോൻ താഴ്വരകളിൽ നിൽക്ക. ഞാനിങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ആരാണ് യോശുവ എന്ന് അറിഞ്ഞുകൂടായിരിക്കും. മോശ എന്ന് നിങ്ങൾ കേൾക്കാത്തവരാരും കാണില്ല, ക്രിസ്ത്യാനികളായിട്ടുള്ളവർ. മോശ ഇസ്രായേൽ ജനത്തെ അങ്ങ് മിസ്രൈമിൽ നിന്ന് വിടുവിച്ച് ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് നടത്തിക്കൊണ്ടുവന്ന മോശ. മോശ ഒരു പ്രവാചകനായിരുന്നു. പാവം മോശ വിക്കനായിരുന്നു. മോശ ഒരു കൊലപാതകം നടത്തിയ വ്യക്തിയായിരുന്നു. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞത്? ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തിൽ എന്തെല്ലാം വന്നിട്ടുണ്ടെങ്കിലും മകനെ, നിന്നെക്കുറിച്ച് കർത്താവിന് ഒരു പദ്ധതി ഉണ്ടെന്ന് നീ അറിയണം. നീ മറക്കരുത് അതൊന്നും. എനിക്ക് ഇന്ന പാപം വന്നയാളാണല്ലോ, ഞാൻ ഇന്ന കാര്യം ചെയ്ത ആളാണല്ലോ, മനുഷ്യതൊക്കെ ചിലരൊക്കെ അറിഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ എന്താ ദൈവവേല ചെയ്യാനാണ്. നീ അങ്ങനെ പറയരുത്. നീ പറയുമ്പോൾ കർത്താവ് കരയും. കാരണം എൻ്റെ കർത്താവിന് ശക്തിയില്ലെന്ന് നീ പറയുകയാണ്. അങ്ങനെ മിണ്ടരുത്. പ്രിയപ്പെട്ടവരെ, മിസ്രയീമിനെ അടിച്ചു കൊന്ന മോശ അവിടെ മറവ് ചെയ്തു. ആരും അറിഞ്ഞില്ല എന്നാണ് മോശ ചിന്തിച്ചത്. എന്നാൽ ഫറവോന്റെ കൊട്ടാരത്തിൽ അത് അറിഞ്ഞു. കാരണം മോശയെ അവിടുന്ന് നടത്തിക്കൊണ്ടുവരുവാൻ, മോശയെ മിസ്രയീമിൽ നിന്ന് പുറത്ത് ചാടിച്ചുകൊണ്ട് വരുവാൻ അത് ആവശ്യമായിരുന്നു. മോശയെ ഞാങ്ങണപ്പെട്ടിയിൽ വെച്ച് രാജാവ് എല്ലാ കുഞ്ഞുങ്ങളെയും നശിപ്പിക്കണം, അവരെല്ലാം ദേശത്തുനിന്ന് കൊന്നുമുടിക്കണമെന്ന് രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. എന്നാൽ പാവം മോശയുടെ അമ്മ ഒളിപ്പിച്ചൊളിപ്പിച്ച് പാത്ത് വെച്ചുകൊണ്ടിരുന്നു. ആ സമയത്തെല്ലാം ഈ രാജാവിൻ്റെ പട്ടാളക്കാർ റോന്തിയുറ്റുന്ന പോലെ ഇങ്ങനെ ഓടി നടക്കും. കുതിരപ്പുറത്തെല്ലാം എല്ലായിടത്തും അന്വേഷിച്ച് നടക്കും. ഏതെങ്കിലും കുഞ്ഞുങ്ങളെ കൊല്ലാത്തവരുണ്ടോ? ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങളെ എല്ലാം 2 വയസ്സിൽ താഴെയുള്ള എല്ലാവരെയും കൊന്നോളണമെന്നാണ് ഓർഡർ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ കുഞ്ഞിനെ മാത്രം അമ്മ കൊന്നില്ല. അമ്മ കുഞ്ഞ് കരയുമ്പോൾ ഇങ്ങനെ ഒതുക്കി പിടിക്കും, ഇങ്ങനെ വായ ഒതുക്കി പിടിക്കും. വായ ഒതുക്കി പിടിക്കുമ്പോൾ അങ്ങനെ പിടിച്ച് കൊച്ചിന് വിക്ക് വന്നു. മോശയ്ക്ക് വിക്ക്. പ്രിയപ്പെട്ടവരെ, എന്നാൽ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ അമ്മ സ്വന്തം കുഞ്ഞിനെ എങ്ങനെ കണ്ണിന് മുമ്പിലിട്ട് വെട്ടിക്കൊല്ലുന്നത് കാണും. അത് പേടിച്ചിട്ട് ഒരു പെട്ടിയുണ്ടാക്കി. പ്രിയ ദൈവജനമേ, നദിയെക്കിടെ ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട്, കൊല്ലാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് കൺമുമ്പിൽ കിടന്ന് മരിക്കണ്ട എന്നോർത്തുകൊണ്ടാണ് അമ്മ ചെയ്തത്. അങ്ങനെ നിന്നെയും ഇല്ലാതെയാക്കാൻ ഒരുപക്ഷെ പലരും ശ്രമിച്ചെന്ന് വന്നേക്കാം. എന്നാൽ മകനെ, നീ ഈ നാൾ വരെ നിന്ന് എന്തുകൊണ്ടാണെന്നറിയാമോ?
നീ ഇതൊന്ന് മനസ്സിലാക്കൂ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കൂ. സത്യമായും ജീവനുള്ള ദൈവത്തിന് നിങ്ങളെ കൊണ്ടൊരു കാര്യപരിപാടിയുണ്ട്. നിങ്ങൾ ഒരിക്കലും എവിടെന്നെങ്കിലും ആരെങ്കിലും വിളിച്ച് ചേർക്കപ്പെട്ടവരല്ല. ജീവനുള്ള ദൈവത്തിന് നിങ്ങളിന്ന് ഹൃദയത്തിൻ്റെ പലകയിലൊന്ന് എഴുതാമോ? നിങ്ങളെക്കുറിച്ച് ജീവനുള്ള ദൈവത്തിന് വളരെ വ്യക്തമായ പദ്ധതിയും പ്ലാനുമുണ്ട്. പിശാച് നിങ്ങളെ തകർത്താൻ നോക്കിയതാണ്. പിശാച് നിങ്ങളെ കെട്ടിയിട്ടതാണ്. ചീത്തപ്പടത്തിൽ കെട്ടിയിട്ടതല്ലേ മകനെ? നിന്നെ പല രീതിയിലെ കെണികളിലും പെടുത്തി നിന്നെ കെട്ടിയിട്ടതല്ലേ? എന്നാൽ ജീവനുള്ള ദൈവമാണ് നിന്നെ വെടിവെച്ച് ഇതുവരെ കൊണ്ടുവന്നത്. ആ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഓ സർവശക്തനായ ദൈവം, ആ ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മോശ ഒഴുകിപ്പോകുന്നത് കാണുമ്പോൾ അമ്മ നിരാശപ്പെട്ടു. ഇനിയും നോക്കിയിട്ട് കാര്യമില്ല, എവിടെയെങ്കിലും മുങ്ങിച്ചത്തോളും, അതല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അങ്ങനെ ഒഴുകി 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 ചെന്ന് എവിടെയെങ്കിലും തീരട്ടെ എന്നോർത്താണ് അമ്മ എന്ത് ചെയ്ത് അമ്മ ഒഴുക്കി വിട്ടത്. എന്ന് വെട്ടിക്കൊല്ലുന്നത് കാണാൻ പേടിയുള്ളത് കൊണ്ട് നമ്മുടെ നിരൂപണം ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ദൈവം, ജീവനുള്ള ദൈവം, ആ സ്നേഹവാനായ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിച്ചാൽ പോരെ? വേറെ എന്തു വേണം പ്രിയപ്പെട്ടവര്? യേശു കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്തു വേണം? ആരും കൂടെ ഇല്ലെങ്കിൽ എന്താണ്? നിന്നെ തകർക്കാൻ ദുഷ്ടനായി പിശാച് പദ്ധതിയിട്ടു. എന്നാൽ പ്രിയ ദൈവവേദലേ, നിന്നെ എങ്ങനെ തകർക്കാൻ ആര് നോക്കിയാലും നടക്കില്ല. കാരണം ജീവനുള്ള ദൈവമാണ് നിന്നെ വിളിച്ച് ചേർത്തത്. അതുകൊണ്ട് ആ ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഒരുപക്ഷെ ഇന്ന് നിനക്ക് നിന്റെ ഭർത്താവിന് നിന്നെ വേണ്ടായിരിക്കും, അല്ല നിന്റെ ഭാര്യയ്ക്ക് നിന്നെ വേണ്ടായിരിക്കും, അവൾ നിന്നെ ഗമനിക്കുന്നില്ലായിരിക്കും. നിങ്ങളിൽ പലരുടെയും ജോലി പോയി, ഒരുപക്ഷെ വരുമാനത്തിന് വേണ്ടി നിങ്ങൾ വിഷമിക്കുന്നവരായിരിക്കും. എന്നാൽ നിങ്ങളൊരു കാര്യം മറക്കരുത്, എൻ്റെ ദൈവമാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ എന്നെ അടുപ്പിച്ചത് ജീവനുള്ള ദൈവമാണെങ്കിൽ ആ ദൈവത്തിന് എന്നെക്കുറിച്ച് വളരെ വ്യക്തവും സുനിശ്ചിതവുമായ പദ്ധതിയുണ്ട്. നീ വേറെ ഒന്നും ചെയ്യണ്ട, ആ ഒരു കാര്യം മാത്രം. കർത്താവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. കർത്താവേ, ഞാൻ ഇന്നും ആത്മീയനായിട്ടില്ല. കർത്താവേ, ഞാൻ ഇന്നും ജഡീകനാണ്. കർത്താവേ, എന്തെല്ലാം കെടുതികളിൽ നിന്നാണ് കർത്താവ് എന്നെ വിടുവിച്ചുകൊണ്ട് വന്നത്. ഞാൻ എങ്ങനെയായി പോകേണ്ട മനുഷ്യനായിരുന്നു? ജയിലിലാകേണ്ടവനായിരുന്നു, അല്ല പ്രാന്താശുപത്രിയിൽ കിടക്കേണ്ടവനായിരുന്നു, അതുമല്ലെങ്കിൽ എവിടെയെങ്കിലും നായെ പൂട്ടിയിടും പോലെ പൂട്ടിയിടപ്പെടേണ്ടവനായിരുന്നു. എനിക്ക് നല്ല ബോധ്യമുണ്ട്, എനിക്ക് നന്ദിയുണ്ട്. മനുഷ്യന് വേണ്ട ഏറ്റവും വലുത് എന്താണെന്നറിയാമോ? എന്തുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ ഉയർന്നുയർന്നു പോവുകയും അവസാനം ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറിയത്? ദാവീദ് ആത്മീയനായത് എന്തുകൊണ്ടാണ്? ദാവീദ് ജഡീകനായി പ്രാകൃതനായിരുന്നു, ജഡീകനായിരുന്നു. എന്നാൽ ദാവീദ് ആത്മീയനായി തീർന്നു. ജഡീക സ്വഭാവം ദാവീദിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാവീദ് അങ്ങ് കുളിക്കടവിലേക്ക് ഉണിഞ്ഞു നോക്കാനിട വന്നത്. ഉലാത്തിയപ്പോൾ നോക്കാനിട വന്നത് ദാവീദ് ജഡീകനായിരുന്നു. അതിനു മുമ്പ് ദാവീദിൻ്റെ മേൽ അഭിഷേകം ഉണ്ടായിരുന്നു. ദാവീദിന് ദൈവത്തിൻ്റെ അഭിഷേകം കിട്ടിയ ശേഷം ശമൂവേൽ പ്രവാചകന്റെ തൈലക്കൊമ്പിൽ നിന്ന് ആട്ടിടയനായ ദാവീദ് ഇശായിയുടെ 8 മക്കളിൽ ഏറ്റവും ഇളയവനായ, അപ്പനും അമ്മയും സഹോദരന്മാരും ആട് നോക്കാൻ മാത്രമേ അറിയാവൂ എന്ന് പറഞ്ഞ് ആടുനോട്ടത്തിന് അയച്ചിരുന്ന ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. ആ ദാവീദിനെ ദൈവം പതിയെ പതിയെ വളർത്തിക്കൊണ്ടുവന്നു. ആർക്കും നിന്നെ ഗമനിപ്പില്ലായിരിക്കും. ദാവീദിന് എന്നും നന്ദിയുണ്ടായിരുന്നു, നന്ദിയുള്ളൊരു ഹൃദയം. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നന്ദി പറ്റിപ്പോകരുത്. എന്നും നന്ദി, എന്നും ഓർത്തുകൊള്ളണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സാക്ഷ്യമൊക്കെ പറഞ്ഞ എന്തിനാണെന്നറിയാമോ? കാരണം ഞാൻ ഒരിക്കലും മറക്കരുത്. എന്നെ വെട്ടിയെടുത്ത പാറ, കുഴിച്ചെടുത്ത ഖനിഗർഭം മറക്കരുത്. ദാവീദിനെ ദൈവം തിരഞ്ഞെടുത്തു. ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. അഭിഷേക തൈലം ദാവീദിൻ്റെ മേൽ വീണു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ ദാവീദ് അഭിഷേകം കിട്ടിയ ശേഷം സിംഹം വന്ന് ആടിനെ പിടിച്ചോണ്ട് പോയി. അതിനെ പിന്തുടർന്ന് സിംഹത്തിൻ്റെ വായിങ്ങനെ തുറന്നിട്ട് അതിൻ്റെ വായ്ക്കകത്തുനിന്ന് ആടിനെ പിടിച്ചെടുത്തു, ആട്ടിൻകുഞ്ഞിനെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കരടിയെ ഒറ്റയടിക്ക് കൊന്നു. ഇതെല്ലാം സത്യമാണ്. മല്ലനായ ഗോലിയാത്തിനെ എല്ലാവരും, ഇസ്രായേൽ സൈന്യം, പട്ടാളക്കാരെല്ലാം, ചേട്ടന്മാരടക്കം കിലികില വിറക്കുകയാണ്. എന്നാൽ ദാവീദിൻ്റെ ഉള്ളിൽ ദൈവം വന്നപ്പോൾ ദാവീദിന് ഒരത്യന്ത ശക്തി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വന്നപ്പോൾ, ദാവീദ് അഭിഷിക്തനായി മാറിയപ്പോൾ, പരിശുദ്ധാത്മാവ് ദാവീദിൻ്റെ മേൽ വന്നപ്പോൾ ശക്തി, ധൈര്യം,
പ്രാകൃത മനുഷ്യനായിരുന്ന ദാവീദ് ആത്മീയനായി മാറിയപ്പോൾ, ദാവീദിന് അത്യന്ത ശക്തി മൺകൂടാരങ്ങളിൽ കിട്ടിയപ്പോൾ, ദാവീദ് വെറും ഏതാനും ചില കല്ലും കവണയും വെച്ച് ഗോലിയാത്തിനെ വീഴ്ത്തി. എന്നാൽ ആ ദാവീദ് വീണു. ആ ദാവീദ് വലിയ അപകടത്തിലായി. നിങ്ങളിതെല്ലാം പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കണം. ദാവീദിനെ ദൈവം അഭിഷേകം ചെയ്തു, രാജാവാക്കി. ദാവീദിന് മീഖൾ എന്ന് പറഞ്ഞ ഭാര്യ, രാജകുമാരി, ശൗലിൻ്റെ മകള്. പിന്നെ അബീഗയിൽ, അതീവ സുന്ദരിയും വിവേകവുമുള്ളതായ സ്ത്രീ. അഭിനോവം, വേറൊരു ഭാര്യ. അതിനും പുറമെ വേറെയും ഭാര്യമാരെ, വെപ്പാട്ടികൾ. അന്നത്തെ കാലം ബഹുഭാര്യാത്വമുള്ള കാലം. എന്നാൽ ദാവീദ്, അഭിഷിക്തനായിരുന്ന ദാവീദ്, ആത്മീയനായിരുന്ന ദാവീദ് ജഡീകനായി മാറുകയായിരുന്നു, പ്രാകൃതനായി മാറുകയായിരുന്നു. അന്ന് കാലത്ത് ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് പറഞ്ഞിരുന്ന ദാവീദ് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ടൊന്ന് ഉലാത്താനായിട്ട് അലസതയോടെ അല്പസമയം പൂന്തോട്ടത്തിൽ നടന്നു. അപ്പോഴതാ അങ്ങ് ദൂരെ ഒരു സ്ത്രീ അവര് കുളിക്കുന്നത് കാണുന്നു. പിന്നെയെല്ലാം ഭയാനകമായ കാര്യങ്ങളാണ് നടന്നത്. കൊലപാതകം ചെയ്തു, ആ സ്ത്രീ ഗർഭിണിയായി, എന്തെല്ലാം. പാവം ആ സ്ത്രീയുടെ ഭർത്താവിനെ, വിവാഹം കഴിഞ്ഞ സ്ത്രീയായിരുന്നു, എന്നാൽ ആ ഭർത്താവിനെ കൊലയ്ക്ക് കൊടുത്തു, മദ്യപിപ്പിച്ചു. ഇതൊന്നും ചെയ്തിട്ടും ദാവീദിന് യാതൊരു കുറ്റബോധവുമില്ല. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഒരു പ്രാകൃതനായിപ്പോയി ദാവീദ്. ദാവീദിന് യാതൊരു ചിന്തയില്ല. പ്രിയപ്പെട്ടവരെ, പ്രാകൃത മനുഷ്യന് എന്നും എങ്ങനെയായിരിക്കും? ഏത് പാപം ചെയ്താലും അവന് കുറ്റബോധമില്ല, അവനൊരു തെറ്റ് ചെയ്തു എന്നുള്ള ചിന്തയില്ല. ഒരു മരിച്ചു കിടക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു കത്തി പഴിപ്പിച്ചു വെച്ചാലോ, അല്ല ഒരു കത്തി കൊണ്ടവൻ്റെ ഏത് ശരീരഭാഗത്ത് കുത്തിയാലോ അവന് വേദന എടുക്കുമോ? ഇല്ല. പ്രാകൃത മനുഷ്യർ അങ്ങനെയാണ്, അറിയില്ല. അവർ ആത്മാവിൽ വീണ് കിടക്കുമ്പോഴും അവർ എന്തു ചെയ്യും? അവർ പലതും ചെയ്തുകൊണ്ടിരിക്കും. ദാവീദ് ജഡീകനായി മാറി, പ്രാകൃത മനുഷ്യൻ ചെയ്യുന്നത് പോലെയൊക്കെ ചെയ്തു. എന്നാൽ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നാം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? നാഥാം പ്രവാചകൻ, അതാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത്. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ നാഥാം പ്രവാചകൻ്റെ നാവിലൂടെ ദൈവം വന്ന് സംസാരിച്ചു. ദാവീദിന് കുറ്റബോധം കിട്ടി. ദാവീദ് ഏങ്ങലടിച്ച് കരഞ്ഞു. അതാണ് 51-ാം സങ്കീർത്തനം. ദൈവമേ, നിന്റെ കൃപയും പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വം നിർത്തമേ. എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകണമേ. എങ്ങലടിച്ച് ദാവീദ് കരഞ്ഞു. പ്രിയപ്പെട്ടവരെ, തകർന്ന ഹൃദയത്തോടെ കരഞ്ഞു. 34-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്, തകർന്നൊന്നുറങ്ങിയ ഹൃദയത്തെ യഹോവേ നീ നിരസിക്കുന്നില്ല. തകർന്ന ഹൃദയം ലഭിക്കുക, പ്രാകൃത മനുഷ്യനത് ലഭിക്കുകയില്ല. എന്നാൽ ഇന്ന് പ്രാകൃതരായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഏറ്റവും മ്ലേച്ഛമായ കാര്യങ്ങൾ നമ്മുടെ കൈകൊണ്ട് ചെയ്തു പോയത്, ഒരിക്കലും സംഭവിക്കാത്ത കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയത്, കൊലപാതകം ചെയ്തു പോയത്, ഏത് ഗർഭചിത്രം ചെയ്തു പോയത്. പ്രാകൃത മനുഷ്യൻ ഒരു കുഞ്ഞിനെ കൊല്ലുകയാണ്, പ്രാകൃത മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, എന്നാൽ പ്രാകൃതരായി വന്നവരെ അങ്ങനെ വിടാനല്ല ജീവനുള്ള ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദൈവത്തിന് വ്യക്തമായൊരു പദ്ധതിയുണ്ട് അവരെ ആത്മീയരാക്കാൻ. ആ ദാവീദ് പിൽക്കാലത്ത് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി മാറി. ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്, പുതിയ നിയമത്തിൽ പറയുന്നത്, ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു, ദ്രവത്വം കണ്ടു, തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു എന്നാണ്. ദാവീദ് ഈസ് ദി മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് എന്ന് ജീവനുള്ള ദൈവം ദാവീദിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. നിങ്ങളാരും തളരരുത്. നമുക്ക് തലകളെ വണക്കാം. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരാം. കർത്താവേ, മോശെ വിളിച്ച അതേ ദൈവം തന്നെയാണ് ഞങ്ങളെയും വിളിച്ചത്. അബ്രാഹാമിനെ വിളിച്ച അതേ ദൈവം തന്നെയാണ് ഞങ്ങളെയും വിളിച്ചത്. അബ്രാഹാമേ അബ്രാഹാമേ എന്ന് വിളിച്ച അതേ ദൈവം തന്നെ, മോശേ എന്ന് വിളിച്ച അതേ ദൈവം തന്നെ, യോശുവെ വിളിച്ച അതേ ദൈവം തന്നെ, യാക്കോബിനെ വിളിച്ച് ഇസ്രായേലാക്കിയ അതേ ദൈവം തന്നെ. എൻ്റെ അപ്പ, അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ, അവിടുന്ന് ഞങ്ങളെ നടത്തണമേ. കർത്താവേ, ഇപ്പോൾ അവിടുന്ന് ഞങ്ങളുടെ മേലാണ് ഇപ്പോൾ
തലോടൽ കരം വെക്കണമേ. അത്യാവശ്യക്കാരെ അവിടുന്ന് തഴുകണമേ, അവിടുന്ന് തലോടണമേ. പാപത്തോട് യാത്ര പറയാൻ കർത്താവേ, പിശാചിനോട് യാത്ര പറയാൻ, സാത്താനോട് യാത്ര പറയാൻ, പുതിയ ജീവിതം ആരംഭിക്കാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, കാരുണ്യവാനായ കർത്താവേ, സ്നേഹം മാത്രമായി ജീവനുള്ള ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ഗോകുൽത്തായിൽ പിടഞ്ഞ് മരിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, അവിടുത്തെ തിരുരക്തമാണ് ഞങ്ങളെ ശുദ്ധീകരിക്കുന്നത്, അവിടുത്തെ തിരുരക്തമാണ് ഞങ്ങളെ ആത്മീയരാക്കുന്നത്, അവിടുത്തെ തിരുരക്തമാണ് ഞങ്ങളുടെ പ്രാകൃത സ്വഭാവം മാറ്റി കർത്താവേ, അവിടുത്തെ തിരുരക്തമാണ് ഞങ്ങളുടെ ജഡീക സ്വഭാവം മാറ്റി ഞങ്ങളെ ആത്മീയരാക്കുന്നത്. എല്ലാവരെയും കഴുകണമേ, എല്ലാവരെയും തലോടണമേ. ദൂരെ ഇരുന്ന് കർത്താവേ, അവിടുത്തെ തിരുവചനം ശ്രദ്ധിക്കുന്ന എല്ലാവരെയും അവരുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ആശ്വസിപ്പിക്കണമേ. രോഗികളുടെ മേൽ അവിടുത്തെ കരം വയ്ക്കണമേ. ആവശ്യഭാരങ്ങളുമായി വന്നിരിക്കുന്നവരുടെ മേൽ കർത്താവേ, അവിടുന്ന് ദൈവമേ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളെല്ലാം ഏൽപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച അരുമനാഥനായ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.